ഹലോ ഫ്രണ്ട്സ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര അങ്ങനെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ അപ്ഡേറ്റ് സീരീസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അത്ര വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. അപ്പോഴാണ് ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ വരുന്നത്. അപ്പോൾ എല്ലാവരും വലിയൊരു ക്യൂരിയോസിറ്റി തന്നെ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ വരുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാം ഭാഗം അത്ര വലിയൊരു സക്സസ്സായി മാത്രമേ പ്രത്യേകിച്ച് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ രണ്ടാമത്തെ ഒരു യൂണിവേഴ്സ്, അതായത് രണ്ടാമത്തെ ഒരു സിനിമ അവരാലോചിക്കുകയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ സിനിമയിലെ ആ ഒരു ഫ്രെയിംസ് ഓരോ പ്രത്യേകിച്ച് കിടിലൻ ട്രെയിലർ കട്ട് എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സാൻഡി മാസ്റ്റർ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ട്രെയിലർ കട്ട് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി അതാ തോന്നിയത്. സിനിമ ഇറങ്ങാൻ പോകുന്ന ഈ വരുന്ന ഓഗസ്റ്റ് മാസം 28 ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. പിന്നെ സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഓരോ ഡയലോഗ് സെൻറ്റൻസും പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ചില കൺഫ്യൂഷൻസ് വരുത്തുന്ന ഓരോ ഡയലോഗ്സൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ബിജോയ്സ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എൻ്റെ പൊന്ന് മക്കളെ ശരിക്കും കിടിലം. ഇതിന് മുന്നേ ഇവരെ ഫസ്റ്റ് പ്രൊമോ സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണലി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു ആനിമി ടൈപ്പായിട്ട് ചെയ്ത, അതായത് ഒരു ഫുള്ളും ഒരു ആനിമി ടൈപ്പ് ചെയ്ത കൊള്ളായിരുന്നു എന്ന് പേഴ്സണൽ ഒപ്പീനിയനുണ്ട്. പിന്നെ സോങ്ങിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ രണം സിനിമയിലെ ആ ഒരു BGMും ആ ഒരു സെൻറ്റൻസും എവിടേക്കോ കയറി വരുന്നുണ്ട്. പക്ഷെ എന്നാലും നൈസായിട്ട് എണ്ണമുണ്ട്. പിന്നെ ഇത് ഏത് കാലഘട്ടമാണെന്നോ ഏത് സിറ്റി ആണെന്നോ മനസ്സിലാവുന്നതില്ല. പക്ഷേ ആ സോങ്ങിനകത്ത് നമ്മുടെ കൊച്ചി ഭാഗമാണ് ആ റേസിംഗ് ട്രാക്കും പിന്നെ അവിടുത്തെ സീൻസൊക്കെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ടീസറും ട്രെയിലറും എല്ലാം കണ്ടിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് ഈ കല്യാണി പ്രിയദർശൻ്റെ ആ ഒരു ക്യാരക്ടർ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് എന്തോ ഒരു ശാപം കിട്ടി. പിന്നെ പുള്ളിക്കാരി നൂറ്റാണ്ടുകളോളം ജീവിച്ച് അങ്ങനെ എന്തോ ഒരു സൂപ്പർ പവർ കിട്ടി. സൂപ്പർ പവർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്തോ ഒരു ശാപം കിട്ടി അങ്ങനെ ജീവിച്ച് വരുന്ന രീതിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സ്റ്റോറി ഇതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ ട്രെയിലർ കണ്ടിൻ്റെ അവസാനം എന്തോ ഒരു മിസ്റ്ററി, അതായത് എന്തോ ഒരു മിസ്റ്ററി ക്യാരക്ടർ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഗസ്റ്റ് റോളിൽ നമ്മുടെ DQ ദുൽഖർ സൽമാൻ ആവാം. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പുള്ളി, അതായത് ഹീ വിൽ ടെൽ യു എന്ന് പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ആവാമല്ലോ.